എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ സഹായിച്ചു കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ഇറങ്ങിത്തിരിക്കും. അത് വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. ചില ഉദ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ തൽക്കാലത്തേക്ക് അതിൻ്റെ അടയാളം അത് നടക്കണ ഒന്നും കാണുന്നില്ല. എന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് കർത്താവ് സമയമാകുമ്പോൾ ചെയ്തോളൂ എന്ന് വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അത് 126:4. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ, ഏറ്റു പറഞ്ഞ്, നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. എന്ത് വിഷയം അറിയാവാ? നെഗേവ് ശരിക്കും പറഞ്ഞ ഒരു മരുഭൂമിയാണ്. ഇസ്രയേലിൻ്റെ തെക്കേ അറ്റമാണ്. ഹെർമോണൊക്കെ ഇസ്രയേലിൻ്റെ വടക്കേ അറ്റമാണെന്ന് തോന്നണേ. കാര്യം ഈ നെഗേവിൽ മഴ പെയ്യാറില്ല. പക്ഷേ അതിൻ്റെ ഇസ്രയേലിൻ്റെ വടക്ക് മഞ്ഞ് കൂടുന്ന മഴ പെയ്യുന്നൊരു സമയമുണ്ടാകും. അപ്പോൾ ആറുകൾ കരകവിഞ്ഞൊഴുകും. അപ്പോഴേ ഇതിലേ കൂടി ഈ വരണ്ട ഭൂമിയിലൂടെ വെള്ളം ഒഴുകി വരും. അപ്പോൾ ഒഴുകി വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആ നെഗേബിലെ കർഷകർ അവിടെ ഗോതമ്പ് വിതക്കണത്. അവർ ചൂടുമണ്ണിൽ മരുഭൂമിയിൽ വിതച്ചിട്ട് പോകും. പക്ഷേ പിന്നീട് ഒരു സമയം, അപ്പോൾ ദൈവം നമ്മളെ ചതിക്കത്തില്ല. കർത്താവ് യഥാകാലത്ത് ഈ വെള്ളം കരകവിഞ്ഞൊഴുക്കി ഇതിലേ കൂടി കൊണ്ടുവരും. എന്നിട്ട് പണ്ട് ഒഴുകിയതുപോലെ വീണ്ടും ഇതിലേ കൂടി വെള്ളം ഒഴുകി വരും. അതാണ് ഞങ്ങളുടെ നെഗേബിലെ നീർച്ചാലുകളെ പോലെ ഞങ്ങളുടെ ഐശ്വര്യം അങ്ങ് പുനഃസ്ഥാപിക്കണം പറയണത്. പണ്ട് ഐശ്വര്യം ഉണ്ടായിരുന്നു. അതുപോലെ പണ്ട് ഇതൊക്കെ കൂടി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സജ്ജലമായ ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പം ഇന്ന് ഊഷര ഭൂമിയാണിത്. പക്ഷേ ഇതിലൂടെ ഞങ്ങളിവിടെ നിൻ്റെ നാമത്തിൽ നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് വിതക്കണത്. അത് ഭയങ്കരമായ ഒരു വിശ്വാസാനുഭവമാണ്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോകല്ലേ, നമുക്ക് അറിയത്തില്ല കിട്ടുക ഇല്ലേ, നടക്കുക ഇല്ലേ, നമുക്ക് അറിയത്തില്ല. നമ്മൾ എന്നിട്ട് ജപമാല എടുത്തുകൊണ്ട് നമ്മൾ പോകും. എന്താ കാര്യം? നമ്മൾ വിശ്വസിക്കണത് അവരിലല്ല, ദൈവത്തിലാണ്. ദൈവം അതല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ. കാര്യം എന്താ? നമ്മൾ വിശ്വാസം നമ്മളതിൻ്റെ അകത്ത് നിക്ഷേപിച്ചില്ലേ. ഞാൻ പോണ കാര്യത്തിന് ദൈവത്തിന് വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വിശ്വാസ പാഠപരിശീലനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ചില കാര്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണം. പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നടത്തിയില്ലെങ്കിലും കർത്താവ് വേറെ എന്തെങ്കിലും ചെയ്യും. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഐശ്വര്യം പുനഃസ്ഥാപിക്കും. കർത്താവിന് ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ വെള്ളം തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അതായത് നെഗേബിലെ നീർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ പാകതയത്തെ അങ്ങ് പുനഃസ്ഥാപിക്കണമേ. ഈ സങ്കീർത്തനം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അത് നടക്കുകയോ ഇല്ലയെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ ആ ഉറപ്പ് ദൈവത്തിൽ വെച്ചുകൊണ്ട് ഈ സങ്കീർത്തനം പാടിക്കൊണ്ട് പോകണം. എന്താണ്? നെഗേബിലെ നീർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യത്തെ അങ്ങ് പുനഃസ്ഥാപിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ നല്ലൊരു ദിവസം നേരുകയാണ്. നിങ്ങൾ ഇതുപോലെ വിശ്വാസമാണ് നമുക്ക് വിതക്കാനുള്ളത്. വേറെ ഒന്നും അവിടെ കാണുന്നില്ല. കാഷൻ കൈൻഡായിട്ട് ഒന്നും കാണുന്നില്ല. വ്യക്തികളില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, നമുക്ക് കൊടുക്കാൻ പണമില്ല, നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി നിലനിൽക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ചില സമയത്ത് മെറിറ്റ് ഉണ്ടാകുകയില്ല, പക്ഷെ എന്തുണ്ടാകും? ഗ്രേസ് ഉണ്ടാകും. ആ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ പോനേക്കാൾ ഉപരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സുവിശേഷം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുത്തിക്കൊണ്ട് ഐശ്വര്യത്തോടെ ജീവിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.